ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2024 നവംബർ മാസത്തിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്തേക്കുക. അതിൽ കറണ്ട് അഫയേഴ്സ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC അപ്ഡേറ്റ്സ് ഇതെല്ലാം PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തിയത് എന്നാണ്? 2024 നവംബർ 16 ഇൻ സോളിഡാരിറ്റി ഫോർ എ ഗ്രീൻ വേൾഡ് ഈ വർഷം നടന്ന ഏത് അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ പ്രമേയമായിരുന്നു UN കാലാവസ്ഥാ ഉച്ചകോടി? 2024 ലോകസുന്ദരി പട്ടം കിട്ടിയത് വിക്ടോറിയ കാജർ തിൽവിഗിനാണ്. അവർ ഡെൻമാർക്കുകാരിയാണ്. ആദ്യമായാണ് ഡെൻമാർക്കിലേക്ക് ഒരു സുന്ദരി പട്ടം കിട്ടുന്നത്. ലോകസുന്ദരി പട്ടം രണ്ടാമത് നേടിയത് 2024 മിസ് നൈജീരിയ ചിഡിമ അഡച്ചിനയാണ്. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് 1951 ആദ്യമായി ലോകസുന്ദരി മത്സരം നടന്നത്. അന്നേരത്തെ വിന്നറായിരുന്ന കിക്കി ഹഗിൻസൺ ഈയിടെ അന്തരിച്ചു. അവർ 2024 നവംബറിന് അന്തരിച്ചു. അതുകൊണ്ട് ഇത് ഓർത്ത് വെച്ചേക്കുക. 1951 ആദ്യമായി ലോകസുന്ദരി മത്സരം നടന്നത്. അതിലെ വിന്നർ കിക്കി ഹഗൻസൺ 2024 നവംബറിൽ അന്തരിച്ചു. പ്രസാർ ഭാരതി അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് വേവ്സ് എന്ന് പറയുന്നത്. 2025 ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടക്കുന്ന സ്ഥലവും ബീഹാർ തന്നെയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായ സ്ഥലം ഡൽഹിയാണ്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ എത്രാമത് ഉച്ചകോടിയാണ്? 2024 ഒക്ടോബറിൽ നടന്നത്. 16ാമത് ഉച്ചകോടി. അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലാണ് ഇന്ത്യ ഭൂമി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷയായി വിജയ കിഷോർ രഹത്കറിനെ തിരഞ്ഞെടുത്തു. രേഖാ ശർമ്മയുടെ ഒഴിവിലേക്കാണ് വന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നുള്ള വ്യക്തിയാണവർ. വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരമാണ് ലാഹോർ. ഏത് രാജ്യവുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയിലെ പട്രോളിംഗ് പുനരാരംഭിക്കാനാണ് ധാരണയായത്? ചൈനയുമായിട്ടുള്ള. വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലുവോങ് കുവോങ്. ഈയിടെ അന്തരിച്ച വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തെരുവിലെ വൈദികനാണ് ഗുസ്താവോ ഗുട്ടിയേറസ്. രാജ്യത്തെ ജയിലുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ നിർത്തലാക്കുക എന്നതാണ്. ജയിൽ രജിസ്റ്ററിൽ ജാതിക്കോളം ഒഴിവാക്കുക എന്നിവയുമാണ്. ജയിലിൽ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് ഉയർന്ന ജാതിക്കാർക്കും അല്ലാത്ത ക്ലീനിങ് പരിപാടിയൊക്കെ താഴ്ന്ന ജാതിക്കാർക്കും കൊടുത്തു. അത് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി വന്നത്. കണ്ണുകൾ മൂടിക്കെട്ടാത്ത വിധത്തിലുള്ള നീതിദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതെവിടെ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിലാണ്. രാജ്യത്തിലെ നിയമത്തിന് അന്ധതയില്ല എന്ന സന്ദേശമാണ് നീതിദേവിയുടെ കണ്ണുകൾ തുറന്നു വയ്ക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത്. 2024 ഒക്ടോബർ 22 60ാം വാർഷിക